ഹലോ ഓൾ, ലീഡ് IASന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമായിട്ടുള്ള പ്രിലിംസ് സ്കില്ലറിൻ്റെ 7th എഡിഷനാണ് നമ്മൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. പ്രിലിംസ് സ്കില്ലർ എന്ന് പറയുന്നത് നമ്മളൊരു ടെസ്റ്റ് സീരീസ് മാത്രമായിട്ടല്ല ലോഞ്ച് ചെയ്യുന്നത്. നമ്മുടെ ലേണിംഗ് എക്കോസിസ്റ്റം എന്ന് പറയുന്ന ഒരു ഫിലോസഫിക്ക് മാച്ച് ആവുന്ന ഒരു കംപ്ലീറ്റ് ക്ലാസ് റൂം പ്രോഗ്രാമായിട്ടാണ് നമ്മൾ പ്രിലിംസ് സ്കില്ലറിനെ എപ്പോഴും ഡ്രാഫ്റ്റ് ചെയ്യാറുള്ളത്. കഴിഞ്ഞ 5 കൊല്ലമായി ഞാൻ സിവിൽ സർവീസ് എക്സാമിന് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ അവരുടെ പ്രിപ്പറേഷനും അവരുടെ ലൈഫും ഡയറക്റ്റായിട്ട് നേരിട്ട് സൂക്ഷ്മമായി നോക്കിക്കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2 കാറ്റഗറിയിലുള്ള സ്റ്റുഡൻസിനെയാണ് കാണാൻ പറ്റുന്നത്. ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാർ ചിലപ്പോൾ 4ഉം 5ഉം തവണ എക്സാം എഴുതിയിട്ടും ചിലപ്പോൾ പ്രിലിമിനറി എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളുണ്ട്. ചില ആൾക്കാർ മാക്സിമം 1-2 അറ്റംപ്റ്റിൽ ഇത് ക്ലിയർ ആയി പോകുന്ന ആൾക്കാരുണ്ട്. ഈ 2 കാറ്റഗറിയിലുള്ള കുട്ടികൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നും അവരുടെ കാലിബറിലോ അല്ലെങ്കിൽ അവരുടെ പഠനത്തിൻ്റെ രീതിയിലൊന്നും കാണാനില്ല. ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം ആകെ കാണാൻ പറ്റുന്നത് ഈ രണ്ടാമത് പറഞ്ഞ കാറ്റഗറി, അതായത് 2 അറ്റംപ്റ്റിൽ ഇത് ക്ലിയർ ആയി പോകുന്ന ആൾക്കാർ അവർ ചെയ്യുന്നത് അവർക്ക് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവാറുണ്ട്. അവർക്ക് കൃത്യമായിട്ട് 6 മാസമാണ് അവർ പഠിക്കുന്നെങ്കിൽ ഓരോ മാസവും ഓരോ ആഴ്ചയും അവർ എന്ത് പഠിക്കും, ഏത് മെറ്റീരിയൽ നോക്കിയിട്ട് ഓരോന്നും അവർ കവർ ചെയ്യും. ഓരോ ടോപ്പിക്കിലും അവർ എന്തൊക്കെ കവർ ചെയ്യണം, ഓരോ സബ്ജക്റ്റിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതാണ്, എന്ത് കവർ ചെയ്യണം, എങ്ങനെ കവർ ചെയ്യണം എന്നൊരു കൃത്യമായിട്ടൊരു പ്ലാൻ അവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ സ്ട്രക്ചേർഡായി ഭയങ്കര കൃത്യമായി ചിട്ടയോടുകൂടി പഠിക്കുന്ന ആൾക്കാർക്ക് ഇത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈസി ആയിട്ട് അവർ ക്ലിയർ ആവുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ ഞാൻ 4 തവണ ഇങ്ങനെ കൃത്യമായി പഠിച്ച് ഞാനിത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സ്ട്രക്ചേർഡായിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോടുകൂടി ചിട്ടയോടുകൂടി അച്ചടക്കത്തോടുകൂടി നിങ്ങൾക്ക് ഈ പ്രിലിമിനറി എക്സാമിനെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ലേണിംഗ് എക്കോസിസ്റ്റമാണ് പ്രിലിംസ് സ്കില്ലറിലൂടെ ലീഡ് IAS പ്രൊവൈഡ് ചെയ്യുന്നത്. ലീഡ് IASന്റെ എല്ലാ ഫ്ലാഗ്ഷിപ്പ് കോഴ്സുകളെയും പോലെ തന്നെ ലേണിംഗ് ഇക്കോസിസ്റ്റം മോഡലിലാണ് പ്രിലിംസ് സ്കില്ലർ 7.0യും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലേണിംഗ് ഇക്കോസിസ്റ്റം അപ്രോച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത പഠിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഏറ്റവും എഫക്റ്റീവായ രീതിയിൽ ഓർഗനൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പ്രിലിംസ് സ്കില്ലറിലും ഇതുപോലെ തന്നെ ടെസ്റ്റുകളും ക്ലാസ്സുകളും റൗണ്ട് ടേബിൾ ഡിസ്കഷൻസിനും ഫീഡ്ബാക്ക് സെഷൻസിനും ഒക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കേവലം ടെസ്റ്റുകളിൽ മാത്രമല്ല. പ്രിലിംസ് സ്കില്ലർ 7th എഡിഷനിലേക്ക് എത്തുമ്പോൾ ഈ ലേണിംഗ് എക്കോസിസ്റ്റം മോഡലിൽ ചില അപ്ഡേറ്റ്സുകളുണ്ട്. ഒന്നാമതായി ലീഡ് IASന്റെ പ്രിലിംസ് സ്കില്ലറിൽ ആദ്യമായി ഒരു ഫൗണ്ടേഷൻ ഫേസ് ഉണ്ടാകുന്നു. ഫൗണ്ടേഷൻ ഫേസിൻ്റെ ഭാഗമായിട്ട് 8 ഫൗണ്ടേഷൻ ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഈ 8 ഫൗണ്ടേഷൻ ടെസ്റ്റുകളിൽ 800 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. ഈ 800 ചോദ്യങ്ങളിലും പരീക്ഷിക്കപ്പെടുക ഏറ്റവും പ്രയോറിറ്റൈസ്ഡ് ആയിട്ടുള്ള 800 ടോപ്പിക്കുകളിൽ നിങ്ങൾക്കുള്ള നോളജാണ്. ഈ 800 ടോപ്പിക്കുകൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് തരും. നന്നായിട്ട് പഠിച്ചിട്ട് വരണം. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോ എന്ന് ആ ക്വസ്റ്റ്യൻസ് പരിശോധിക്കും. പലപ്പോഴും പലരും പ്രിലിംസ് കയറാതെ പോകുന്നതിൻ്റെ ഒരു കാരണം, കഴിഞ്ഞ തവണയൊക്കെ പ്രിലിംസ് സ്കില്ലർ നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ചില ഫൗണ്ടേഷൻ ടോപ്പിക്കുകളിൽ അവർക്കുള്ള അറിവിലുള്ള അപര്യാപ്തതയാണ്. അത് കൃത്യമായി പരിഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ഫൗണ്ടേഷണൽ ഫേസോടുകൂടി പ്രിലിംസ് സ്കില്ലർ 7.0 നമ്മൾ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻസ് പ്രിപ്പറേഷനെ ഒട്ടും ഡിസ്ട്രപ്റ്റ് ചെയ്യാത്ത രീതിയിൽ ഈ സെപ്റ്റംബറിൽ തന്നെ പ്രിലിംസ് സ്കില്ലറിൻ്റെ ഫൗണ്ടേഷണൽ ഫേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. രണ്ടാമത്തെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് സ്പേസ്ഡ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്ന എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡ് നമ്മുടെ പ്രിലിംസ് സ്കില്ലറിൻ്റെ ഭാഗമാക്കുന്നു എന്നുള്ളതാണ്. അതുവരെ കഴിഞ്ഞിട്ടുള്ള ടെസ്റ്റുകളുടെ അടിസ്ഥാനത്തിൽ അതിൽ പഠിച്ച കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ വീക്ക് ഡേയ്സിലാണ് ഈ സ്പേസ്ഡ് റിപ്പീറ്റേഷൻ ടെസ്റ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മെൻറ്റർഷിപ്പിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത് ചെയ്തത്. ഇത്തവണ നമ്മളെല്ലാവരും ഈ സ്പേസ് റിപ്പീറ്റേഷൻ ടെസ്റ്റ് എടുക്കും. കാരണം അത് പഠിക്കുന്നതിനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മെത്തേഡുകളിൽ ഒന്നാണ്. പ്രിലിംസ് സ്കില്ലറിൻ്റെ 7th എഡിഷനിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന മൂന്നാമത്തെ വലിയ മാറ്റം ചലഞ്ചർ ബാച്ചും സീക്കർ ബാച്ചുമാണ്. പ്രിലിംസ് സ്കില്ലറിൻ്റെ അഡ്വാൻസ്ഡ് ആൻഡ് ഇൻറ്റൻസ് ഫേസിലേക്ക് നമ്മൾ കടക്കുക ജാനുവരിയിലായിരിക്കും. ഫൗണ്ടേഷൻ ബാച്ചുകളിൽ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നമ്മൾ നിങ്ങൾക്ക് 2 രീതിയിലുള്ള അപ്രോച്ചായിരിക്കും റെക്കമെൻഡ് ചെയ്യുക. രണ്ടും ഈക്വലി സക്സസ്ഫുൾ ആയിട്ടുള്ള അപ്രോച്ചാണ്. നിങ്ങളുടെ പഠന രീതിക്ക് അനുസരിച്ച്, നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് ബാച്ച് വേണമെന്നുള്ളത്. ചലഞ്ചർ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത റിവിഷൻ ആയിരിക്കും അവിടെ കൂടുതൽ മുൻഗണന കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ സീക്കർ ബാച്ചിലേക്ക് വരുമ്പോൾ അവിടെ കുറച്ച് ടോപ്പിക് എക്സ്പ്ലോറേഷൻ കുറച്ചുകൂടി ഉണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് ഇതിലെ ഒരു ബാച്ച് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഈ മാസ്റ്റർ ക്ലാസ്സുകളിൽ ഈ 2 ഡിഫറെൻറ്റ് അപ്രോച്ച് ആയിരിക്കും നമ്മൾ എടുക്കുക, നിങ്ങൾക്കത് തിരഞ്ഞെടുക്കാം. പ്രിലിംസ് സ്കില്ലർ 7th എഡിഷനിലും മുൻ വർഷങ്ങളിലുള്ളതുപോലെ തന്നെ CSATൻ്റെ ടെസ്റ്റുകളും ക്ലാസ്സുകളും ഇൻ്റഗ്രേറ്റഡ് ആണ്.
അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റുകളും വെൽ റിസർച്ച്ഡ് ആയിട്ടുള്ള ആൻസർ കീസും ഉണ്ട്. ഈ ലേണിംഗ് എക്കോസിസ്റ്റം അപ്രോച്ചിൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നിങ്ങൾക്ക് പ്രിലിംസ് പ്രിപ്പറേഷനായിട്ട് വേറെ എവിടെയും പോകണ്ട, വേറെ ഒന്നും നോക്കണ്ട എന്നുള്ളതാണ്. കൃത്യമായി സ്ട്രീംലൈൻഡ് ആയിട്ടുള്ള ടെസ്റ്റുകളിലൂടെയും ക്ലാസ്സുകളിലൂടെയും ആക്ടിവിറ്റികളിലൂടെയും നിങ്ങളുടെ പ്രിലിംസ് പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് ടേക്ക് കെയർ ചെയ്യുന്നു. ഈ ലേണിംഗ് എക്കോസിസ്റ്റമാണ് നിങ്ങളെ കോമ്പറ്റീറ്റീവ് ആക്കുന്നതും സക്സസ്ഫുൾ ആക്കുന്നതും. ഹലോ, എല്ലാവരും പോലെ നിങ്ങളും പ്രിലിംസിനെ കുറിച്ച് ഓർത്ത് പേടിച്ചിരിക്കുവാണോ? ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ. നമ്മുടെ തമിഴ് ഫിലിം ആക്ടർ മാധവൻ, അദ്ദേഹം ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാനായിട്ട് കമ്മിറ്റ് ചെയ്തു. റോക്കറ്റ്രി, നമ്മുടെ ISRO സയൻറ്റിസ്റ്റ് ആയിരുന്ന നമ്പി നാരായണൻ സാറിൻ്റെ കഥയാണ്. സിനിമ ഷൂട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെറ്റായി. നാളെ ഷൂട്ട് തുടങ്ങണം. പക്ഷേ ഇദ്ദേഹത്തിന് പെട്ടെന്നൊരു പാനിക് അറ്റാക്ക് അടിച്ചു. ഇത്രയും വലിയ സിനിമ, ഇത്രയും ദിവസത്തെ ഷൂട്ട്, എന്നെക്കൊണ്ട് ഇത് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് വന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു, മുഴുവൻ സിനിമയും കംപ്ലീറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട, ഫസ്റ്റ് ഷോട്ടിനെ കുറിച്ച് മാത്രം ആലോചിക്കുക. അദ്ദേഹം ഫസ്റ്റ് ഷോട്ടിനെ കുറിച്ച് മാത്രം ആലോചിച്ചു. അതിനുശേഷം സെക്കൻഡ് ഷോട്ടിനെ കുറിച്ച്. ഫൈനലി ആ സിനിമ കംപ്ലീറ്റ് ആയി. ആ സിനിമയ്ക്ക് മികച്ച സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡ് കിട്ടി. സോ വാട്ട് ഐ എം സേയിങ് ഈസ് ജസ്റ്റ് ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ജോയിൻ ദ പ്രിലിംസ് കില്ലർ. GS പേപ്പറും CSAT പേപ്പറും ക്രാക്ക് ചെയ്യാൻ വേണ്ട എല്ലാ കമ്പോണൻസും നമ്മളിവിടെ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഓരോ വർഷവും നമ്മൾ കാണുന്നതാണ് പ്രിലിംസ് കില്ലറിൻ്റെ എല്ലാ കമ്പോണൻസും ജെന്യുവിനായിട്ട് 100% ഡെഡിക്കേഷനോടുകൂടി അറ്റൻഡ് ചെയ്യുന്ന എല്ലാ ആളുകളും പ്രിലിംസ് ക്ലിയർ ആവാറുണ്ട്. സോ വാട്ട് ഐ എം സേയിങ് ഈസ് ജസ്റ്റ് ട്രസ്റ്റ് ദ പ്രോസസ്. യു വിൽ സീ യുവർ നെയിം ഇൻ 2026 ലിസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. Lead IAS, #1 IAS Academy in Kerala.